പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു മധുരത്തോടു കൂടി നമുക്ക് പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കടലപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ. ഇന്ന് നമുക്ക് പെട്ടെന്ന് അതൊന്നും ഉണ്ടാക്കാം. അതിനായി 1 കപ്പ് കടലയും 1/2 കപ്പ് ചൗരിയും എടുത്തിട്ടുണ്ട്. ചൗരി നമുക്ക് ആദ്യമേ വെള്ളത്തിലൊന്ന് കുതിരാനായി വെക്കണം. കുതിർന്ന് വരുമ്പോഴേക്കും ഏകദേശം 1 കപ്പിനോളം വരും. അതിനനുസരിച്ച് ചൗരി എടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. കടലപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അല്പം മധുരം കൂടിയിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ 1-ാം പാല് പിഴിഞ്ഞെടുക്കുക ആദ്യം, അതിനുശേഷം 2-ാം പാലും പിഴിഞ്ഞെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്തു വെക്കണം. ഇനി നമുക്ക് ശർക്കര പാനിയാക്കുകയാണ് വേണ്ടുന്നത്. അതിനായി ശർക്കരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. ഇത്രയുമായാൽ നമുക്ക് എല്ലാം റെഡിയായി. ഇനി നമുക്ക് കടലപ്പരിപ്പ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് കടല നന്നായി കഴുകി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കടല വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 8 വിസിൽ കേൾക്കേണ്ടി വരും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്തിന് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി നമ്മൾ പായസം ഉണ്ടാക്കുന്ന ഉരുളിയിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. ഒത്തിരി കട്ട കാണും, അതിനാണ് അരിച്ചൊഴിക്കുന്നത്. ഈ ശർക്കരപ്പാനി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നന്നായി ഒന്നും കൂടെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പക്ഷേ ഒത്തിരി അരഞ്ഞു പോവാതിരിക്കണം. കുറച്ചൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ തന്നെ എടുത്ത് വെക്കണം. ഇനി മുതലാണ് പ്രഥമൻ ഉണ്ടാക്കുന്നതിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നത്. കാരണം ഇളക്കൽ തന്നെ. ഇതിങ്ങനെ ഇളക്കി ഇരിക്കണം. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി പോകുമല്ലേ. ഇനി ഈ സമയത്തിന് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചൗരി കുതിർത്ത് ചേർക്കുന്നതിന് പകരം വേവിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. 2 രീതിയിലും ചേർക്കുന്നതിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ശർക്കര പാനിയിലോട്ട് ഇതുപോലെ കുതിർത്ത് ചേർക്കുമ്പോൾ അത് അത്രയ്ക്കങ്ങ് വേവില്ല പിന്നീട്. കാരണം നമ്മൾ അവസാനം വരുമ്പോഴും കുറച്ചൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന പരുവത്തിൽ തന്നെ കിടക്കും ചൗരി. എന്നാൽ വേവിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നും തന്നെ കാണില്ല, നന്നായിട്ട് അത് വെന്തുടഞ്ഞങ്ങ് പോവും. അപ്പോൾ എനിക്ക് പക്ഷേ കുറച്ച് ഒന്ന് കഴിക്കാൻ കിട്ടുന്ന പരുവത്തിൽ കിടക്കുന്നതാണ് ഈ ഒരു പായസത്തിന് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുതിർത്ത് തന്നെ ചേർക്കുന്നത്. ഇപ്പം കാണുന്നില്ലേ, ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്തിന് ഒന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോഴേക്കും കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ വരണ്ട് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിക്ക് ആക്കണം. ഇതിനേക്കാളും കുറച്ചുകൂടെ എത്രത്തോളം വഴറ്റാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ സമയത്തിന് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പ്രഥമനിലെ ഏറ്റവും വലിയൊരു പാട് ഈ ഇളക്കൽ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും നമുക്കൊരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രത്തോളം ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നാലേ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വഴിയുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചൗരിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്തിന് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ ഒരു 10-12 ഏലക്കയും കൂടെ എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ വയനയില 1 കൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്ത്, അതിൻ്റെ ആ ഒരു മണമെല്ലാം നമ്മുടെ പായസത്തിന് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഇളക്ക് തന്നെ പണി.
ഈ സമയത്തിന് ചുക്ക് കൂടെ പൊടിച്ച് ചേർത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കൈവശം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അങ്ങനെ രണ്ടാം പാലെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 3-4 തിള വരുന്നത് വരെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുത്താൽ ഒത്തിരി അങ്ങ് തിളച്ച് പോകും, അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒഴിച്ച ഒന്നാം പാലും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പായസത്തിൻ്റെ അവസാന ഘട്ടമായ താളിപ്പിലേക്ക് കിടക്കാം. അതിനായി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തേങ്ങാ കൊത്തുകൂടി ഇടാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ടേ മുന്തിരിങ്ങ ചേർക്കാവൂ. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒരിക്കലും വറുക്കാൻ നിൽക്കരുത്. ഇനി ഇതുപോലെ മുന്തിരിങ്ങ കൂടെ വറുത്തെടുക്കാം. ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒത്തിരി കരിഞ്ഞു പോവാതിരിക്കണം. അതിന് മുമ്പേ തീ ഓഫ് ചെയ്താൽ മതി. അപ്പോഴിവിടെ താളിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി ഒരു വട്ടം നോക്കിയാൽ പിന്നീട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഉണ്ടാക്കി പോകും. അങ്ങനെ ഇത് നമ്മുടെ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.